അപ്പോഴേ ഇവിടെ ഉണ്ടായത് മണ്ടോതിരി TV കാണുമായിരുന്നു. ഒരു സീരിയൽ സ്ഥിരം കാണുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭർത്താവ് സത്യശീലൻ ന്യൂസ് കാണണമെന്ന് പറഞ്ഞിട്ട് റിമോട്ട് പിടിച്ചു വാങ്ങി. അങ്ങനെ രണ്ടാളും കശവിശയായി. എനിക്ക് TV സീരിയൽ കാണണമെന്ന് മണ്ടോതിരിയും പറഞ്ഞു, എനിക്ക് ന്യൂസ് കാണണമെന്ന് സത്യശീലൻ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വരിയായി. പിടിച്ചിട്ടില്ല, തൊട്ടു. തൊട്ടു എന്നാ തൊട്ടു. അതിന് ഞാൻ പറയുന്നത് സത്യശീലൻ മാപ്പ് പറയാം. ഇതാ എനക്ക് പറയാൻ. അത് ന്യായം അല്ല, എന്തല്ല അച്ഛൻ പറഞ്ഞല്ലോ കാര്യങ്ങള്. അതെ മുത്തച്ഛ, ഞാൻ എങ്ങനെയാണ് മണ്ടോദരിയെ തൊട്ട് എന്നുള്ളത് മണ്ടോദരിക്കും അറിയാം, എനിക്കും അറിയാം. ഇനി മണ്ടോദരിക്ക്, അതായത് എൻ്റെ ഭാര്യയ്ക്ക് അത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വെച്ചൊരു മാപ്പ് പറയാൻ തയ്യാറാണ്. ഡേ, നിന്റെ ഔദാര്യം വേണ്ട. നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നണമെങ്കിൽ നീ മാപ്പ് പറഞ്ഞാൽ മതി. ഞാൻ ചെയ്തത് തെറ്റല്ല. അവൻ ചെയ്തത് ശരിയാണ്. അവൾക്ക് തെറ്റായി തോന്നിയെങ്കിൽ അവൾക്ക് വേണ്ടിട്ട് മാപ്പ് ആ മാപ്പ് കൂടെ വേണ്ട, ആ മാപ്പേ പറയൂ. ആ കോപ്പും കൂടെ വേണ്ട. നമുക്ക് കോടതി പോവാം. ഒരു തീരുമാനം ഉണ്ടാക്കാൻ നമുക്ക് കോടതിയിൽ പോവാം. കോടതിയിൽ മതി. നിങ്ങൾ കേസ് കൊടു. കോടതി കേസ് കൊടുക്കും. ഞാൻ എന്തൊക്കെ നിനക്ക് തന്നിട്ടുണ്ടോ, എത്ര പാന്റ് ഷർട്ട് ഇവന് മേടിച്ചു കൊടുത്ത് അതെല്ലാം കണക്കെഴുതി വെച്ച മോളെ, പിന്നെ എന്തൊക്കെ ഇവന് കൊടുത്തോ അതെല്ലാം നമുക്ക് തിരിച്ചു മേടിക്കണം. 100 പവൻ, 10 ലക്ഷം രൂപ, ഒരു കാറ്, പിന്നെ കല്യാണം. ആര് പോയി നോക്കണേ. പിന്നെ കല്യാണ ചെലവ്. അങ്ങനെ ചെലവാക്കി ഞാൻ മുഴുവൻ കണക്ക് അതെ, ഞാൻ ഉണ്ണി. ഒന്നുമില്ല. അതെ, ഈ പ്രശ്നങ്ങൾ നടക്കുന്ന മണ്ടോതിന്റെ വീടല്ലേ ഇത്? ഞാൻ വീഡിയോ കണ്ടു. ഇവിടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് അറിയാം. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. നിങ്ങൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇല്ല, വെറുതെ വിഷയം ഉണ്ടാക്കിയത് പോയെ. ഞാനേ മാപ്പ് പറയാൻ വന്നതാണ്. എന്തിന്? മണ്ടോതിരെ ഞാനൊന്ന് തൊട്ടു. ഇവിടെ സ്വന്തം ഭർത്താവൊന്ന് തൊട്ടതിന്റെ പേരിലാണ് ഇവിടെ ഈ കശപിശ നടക്കണ. ഇതിടക്ക് നീ എന്റെ പെങ്ങളെ തൊട്ടിട്ട് വീട്ടിൽ വന്ന് മാപ്പ് പറയാൻ വന്നേടാ. എന്താണ് നീ ചെയ്തത്? ഞാനേ ഒരു ഫാൻസിക്കട ജീവനക്കാരനാണ്. എന്തിന്? ഞാൻ ഓള് വളയിടാൻ കൈ തന്നപ്പോ ഞാൻ അറിയാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അത്രേ ചെയ്തിട്ടു. അതാണോ? ഞാൻ നീ ഫാൻസി കട നടത്തിക്കോ. ഓ, അങ്ങനെ തൊടാനൊന്നും പാടില്ല. നീ അവിടെ ഒരു പെണ്ണിനെ വെച്ചിട്ട് ആ പെങ്കൊച്ചിനെ കൊണ്ട് വളയിടിച്ചു കൊടുത്താൽ മതി. ഓ ഉണ്ട്. മേലാല് നീ ഏതെങ്കിലും പെണ്ണിനെ തൊട്ടെന്നറിഞ്ഞ പോയിക്കോ പോയിക്കോ. ഞാനേ തമ്പാൻ ക്ലബിന്റെ പുരുഷനുള്ള അവാർഡ് മേടിച്ച ഒരാളാണ് എന്റെ നാട്ടിൽ. നീ പോയേ ചെല്ലി. ഇവിടെ നിക്കണ്ട, അവരൊക്കെ വന്ന ആകെ പ്രശ്നമാവും. ഒരു കുഴപ്പമില്ല, ഞാൻ ആരോടും പറയണ്ട കേട്ടോ. വേണ്ട, പൊയ്ക്കോ. എടാ, ഒരു ജോഡി ചെരുപ്പ്, ഒരു ജോഡി ഷൂസ്, പിന്നെ വാച്ച്. ഞാനാണ് മേടിച്ചത്. ബില്ല് ഞാൻ ഇപ്പോഴും. അയ്യോ, പിന്നെ എന്റെ മരുമോ ആപ്പിളേ തിന്നോളൂ എന്നും പറഞ്ഞിട്ട് നിനക്ക് വരുമ്പോ പോകുമ്പോ ഞാൻ ആപ്പിള്, ഓറഞ്ച്, മുന്തിരി. ഓറഞ്ച്, ആപ്പിളും മുന്തിരിയും കിട്ടിയിട്ട് എന്താ കാര്യം? സ്വന്തം ഭാര്യനെ തൊടാൻ യോഗ്യമില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതാണോ? എന്റെ കൊച്ചിന് അനുവാദമല്ല, എന്റെ കൊച്ചിനെ തൊടാൻ പറ്റില്ല. സമ്മതിക്കട്ടെ, കോടതി പറയട്ടെ. കോടതി പറഞ്ഞോട്ടെ. തീരുമാനിക്കട്ടെ. കാര്യമുണ്ട്. കോടതി ഒരു തീരുമാനത്തിൽ എത്തുന്നവരെ എന്റെ പെങ്ങൾ ഈ വീട്ടിൽ താമസിക്കും. അത് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുന്നവരെ എന്റെ മകൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും. നമ്മൾ പറയേണ്ട കാര്യമില്ല. അല്ല, നമ്മൾ ഇവിടെ നിൽക്കുന്നു. ഈ കേസിൽ എന്താണ് കോടതി പറഞ്ഞത് നമുക്ക് അറിഞ്ഞിട്ടുള്ളത്. അറിഞ്ഞിട്ട് മതി. പിന്നെ അത് കോടതി തീരുമാനിച്ചോളുന്നു. വെറുതെ നിങ്ങൾ വളരെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് നാട് കൂടി അറിയിക്കണം. അനുവാദം
ഇല്ലാതെ സ്ത്രീയെ തൊടാൻ പാടില്ലെന്ന നിയമം ഉള്ളിടത്താണ് നീ എന്റെ മോളെ തൊട്ടയ്ക്കണത്. ആ നിയമമൊക്കെ എല്ലാവർക്കും അറിയാടോ. പക്ഷെ ഈ തൊട്ടത് ഏത് തരത്തിലുള്ള തൊടലാണെന്ന് കോടതി തീരുമാനിക്കട്ടെ. നിർത്തി. എന്തേ എന്തൊരു ബഹള സത്യശീല അങ്ങോടെ നടക്കണത്. എന്താപ്പ ഇത് കഥ? അതേ ഞങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല പലർക്കും. എന്റെ പേര് കോയ. ഞാൻ ഈ അയൽപക്കത്താ താമസിക്കണത്. പുറത്ത് നല്ല ഇടി മഴയാണ്. അതിനേക്കാൾ അപ്പുറത്താണ് നിങ്ങളുടെ കുടുംബത്തെ ബഹളം കേൾക്കണത്. എന്താ കാര്യം എന്ന് ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിക്കണില്ല. അതിപ്പോ ലോകം മുഴുവൻ അറിഞ്ഞ് എന്താ കാര്യം എന്നുള്ളത്. എന്തൊരു നാണക്കേടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അത്യാവശ്യം പ്രായമുള്ള ഒരാളല്ലേ, ഞാനും അങ്ങനെ ഒരാളല്ലേ. നമ്മളൊക്കെ കാലത്ത് നമ്മുടെ കുടുംബത്തിൽ ഒരു ചെറിയ വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ അങ്ങോട്ട് അവസാനിക്കും. ഇന്നത്തെ കാലം അതല്ല. എന്താ കാരണം? നമ്മുടെ മാന്യത വിറ്റ് ജീവിക്കാൻ കുറെ ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. TV ആയിട്ടും മൊബൈലായിട്ടൊക്കെ. അത് നമ്മൾ വേണം സൂക്ഷിക്കാൻ. നമ്മുടെ മാന്യത വിറ്റ് കാശുണ്ടാക്കാൻ അവസരം നമ്മൾ കൊടുക്കണോ വേണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. പറഞ്ഞ് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എന്തൊരു വൃത്തികേട് ഞങ്ങളൊക്കെ കൂടിയിട്ട് കാണിച്ചു കൂട്ടണേ. സംഗതി നിയമമൊക്കെ ശരി തന്നെ കുട്ടിയെ, അതൊക്കെ നമ്മക്കറിയാം. നിയമം പാലിക്കുകയും വേണം, അതൊക്കെ അനുസരിച്ച് ജീവിക്കുകയും വേണം. പക്ഷേ ചില സാഹചര്യങ്ങളുണ്ട് മനുഷ്യന്റെ. കഴിഞ്ഞ ഈ 2018 വെള്ളപ്പൊക്കത്തിന് ഈ നിയമം പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെച്ചെങ്കിൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും മരുമക്കളും ഒക്കെ വെള്ളത്തിൽ പോയിരുന്നു. അന്ന് ഇക്ക് പരിചയമില്ലാത്ത ഏതോ ബാല്യക്കാരാണ് എൻ്റെ കുടുംബത്തിനെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അവറ്റക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ വക തൊടലൊന്നും ഒരു പ്രശ്നമുള്ളല്ല. എന്താ അതിനുള്ളില് സഹാനുഭൂതിയും അനുകമ്പയും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഈ വക വർത്താനത്തിൽ അതൊന്നുമില്ല. അപ്പോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാണ്ട് ഇങ്ങക്കൊന്ന് ആത്മസംയമനം പാലിച്ചൂടെ? എന്തൊക്കെ വൃത്തികേടുകളാ നിങ്ങൾ പറഞ്ഞുണ്ടാക്കണേ? ഇത് വരുന്ന പുതുതലമുറക്ക് എന്ത് പാഠങ്ങളാ കൊടുക്കണേ? ലോകത്തും നാട്ടിലൊക്കെ ആയിട്ട് എന്തെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കണേ. അതിലൊന്നുമല്ല ആർക്കും ശ്രദ്ധ. ഈ വക നക്കാപ്പിച്ച കാര്യം പറഞ്ഞ് ബഹളം ഉണ്ടാക്കുക, എന്നിട്ട് ആളുകളുടെ ചിന്ത മലിനപ്പെടുത്തുക. ഇതൊന്നും നല്ല കാര്യമല്ല. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ പറയാണ്ടിരിക്കാൻ പറ്റൂല. കാരണം നിങ്ങൾ എൻ്റെ അയൽവക്കാണ്. ആ സ്നേഹം ഉള്ളോണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. നിങ്ങളായി നിങ്ങളുടെ വാടായി. ന്യായം മായം മറിമായം